പോസ്റ്റ് പാലളിയാ കുഞ്ഞളിയാ ഉറങ്ങ പേടിച്ചോ? ഞാൻ വെറുതെ പ്രതികാരം ചെയ്യാൻ വന്നതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ. സമയമില്ല, ഇനി ഒത്തിരി പേരെ കാണാനുള്ളതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ. കളിക്കുക. പ്രേതത്തെ മെനക്കെടുത്താതെ മര്യാദയ്ക്ക് കഴുത്ത് നീട്ട പട്ടി. എന്താ എന്താ ഈ നട്ടപ്പാടൊക്കെ കണ്ടാൽ എന്ത് പറ്റി? എന്ത് പറ്റിയടോ? പ്രേതമായിട്ട് വന്നിരുന്നു. താൻ കണ്ടോ? കണ്ടു. ഇവിടെ നിൽക്കായിരുന്നു. മണി 12:30. പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം. തന്നെ ഉപദ്രവിച്ചോ? കഴുത്തി പിടിക്കാൻ നോക്കി, ഞാൻ സമ്മതിക്കില്ല. പണ്ടേ നിന്റെ കഴുത്തിനോട് തന്നെയാ അവന്റെ ദേഷ്യം. എന്താ പ്രശ്നം? ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്താ ബഹളം? ആർക്കെന്താ പറ്റിയേ? ആർക്കൊന്നും പറ്റിയില്ല. ബാലകൃഷ്ണന്റെ ബാലൻസ് ഒന്ന് തെറ്റിയതാ. പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇനി എന്നോടാണോ നിന്റെ കളി? അമ്മായി മറ്റുള്ള മാറി. മാഷേ, അവിടെ നിന്നേ. മാഷേ, 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 എന്താന്ന് പറ. മാഷേ, കത്തി 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 താഴെ. പച്ചിരുമ്പും കുരിശും പ്രേതത്തിന് പേടിയാ. ഇനി ഇങ്ങോട്ട് അടുക്കൂല. എല്ലാവരും ധൈര്യമായി പോയി കൂർക്കം വലിച്ച് കിടന്നുറങ്ങിക്കോളൂ. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും. മാഷേ, കുഞ്ഞനെന്നെ വല്ല വിവരവും കിട്ടിയോ? ചത്തു. എപ്പോ? ഇന്നലെ രാത്രി 12:30 മണിക്ക്. അപ്പൊ തന്നെ ശവം പ്രേതമായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്തു. ബാലകൃഷ്ണൻ ആദ്യം കണ്ടത്. അപ്പൊ ബാലകൃഷ്ണൻ ചത്തോ? ഇല്ലില്ല, കാലത്ത് സൈക്കിൾ എടുത്ത് ഇവിടുന്ന് പോയതാ. എവിടെയാ പോയത് ഒരു പിടിയില്ല. 12:30 ചത്തല്ലേ? അപ്പൊ മലബാർ എക്സ്പ്രസിനായിരിക്കും തല വെച്ചത്. ഇനിയിപ്പോ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. റെയിൽവേ ട്രാക്കിലാകാൻ സാധ്യതയില്ല. ഉറപ്പാണ്. പ്രേതത്തിന് ഒരു മിന്നൽ പോലെ ഞാനും കണ്ടു. തലയും കൈയും കാലും എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഡെഡ് ബോഡി ഉടനെ എത്തുമല്ലോ, അപ്പൊ അറിയാൻ വിവരം. പോലീസ്? ഒരു വിരോധം എനിക്ക് അവനോടില്ല. എനിക്കും ഇല്ലല്ലോ. അതെ, ഞാൻ അവനെ ശാസിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുമുണ്ട്. പക്ഷെ അതെന്റെ വാത്സല്യം കൊണ്ടാണ്. അവനെന്റെ മോനെ പോലെയാ. അല്ല മാഷേ, ഈ കുട്ടികളെ ഇന്നെന്തിനാ സ്കൂളിൽ വിടുന്നത്? ഡെഡ് ബോഡി ഉടനെ എത്തൂലേ? പിന്നെ പോയി കുട്ടികളെ വിളിച്ചോണ്ട് വരുന്ന മെനക്കെടല്ലേ? ബോഡി വരുമ്പോ കരയാൻ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മഹാലക്ഷ്മിയും സ്കൂൾ പോകാൻ ഒരുക്കുന്നുണ്ട്. മാഷ് എന്താ ഈ പറയുന്നത്? ഇന്നിപ്പോ ഇവിടെ ആരും സ്കൂളിൽ പോണ്ട. ബോഡി വരുമ്പോ കരയാൻ ടീച്ചറും കൂടെ ഇരുന്നോട്ടെ. എന്തേ മോളെ, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. മമ്മി, ശവം എത്തിയ ഉടനെ ദഹിപ്പിക്കണം. അല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോ ശാസ്ത്രം നോക്കിയാൽ മൂത്രം ഒഴിക്കാൻ പറ്റുള്ളൂ. അയ്യേ, അതാ വരുന്നു. താനിത് എവിടെ പോയിരുന്നോടോ? റീത്തിന് വല്ലതും ഓർഡർ കൊടുക്കാൻ പോയതായിരിക്കും. ഓർഡർ കൊടുത്തോടോ? ഏയ്, അതിനൊന്നുമല്ല. വെളുപ്പാൻ കാലത്ത് തന്നെ മന്ത്രവാദിയെ കാണാൻ പോയതാ. അതാ ഇത് സംഘടിപ്പിക്കാൻ. ഒന്നും കൊണ്ടില്ല. കട്ടിയാട്ടെ. ഓ, ഇപ്പൊ ധൈര്യായി. ഒരു പിശാചും ദേഹത്തെ കടിക്കില്ല. ഒന്ന് അങ്ങോട്ട് കൊടുക്കണോ? നോ, പൊങ്ങച്ചം പറയാന്ന് കരുതരുത്. എനിക്ക് ഇമാതിരി അന്ധവിശ്വാസങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. മനുഷ്യന് വേണ്ടത് മനോബലമല്ലേ മാഷേ?
എടോ റെയിൽവേ ലോക്കൽ പോലീസ്. ആരെ? ഇതിലെല്ലാം ചില സത്യങ്ങളുണ്ട്. 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തിയിട്ടാ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന് അവൻ പറഞ്ഞത് അല്ലേ? ഒന്ന് അങ്ങോട്ടും കെട്ടിക്കൊടുക്കടോ. ആ കൈ ഇങ്ങോട്ട് നീട്ടിയാട്ടെ. നമ്മുടെ ദേഹം നമ്മൾ വേണം സംരക്ഷിക്കാൻ. എന്താ നേരത്തെ തന്നെ ദേഹം ഭദ്രമാക്കിയില്ലേ? ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ? അടുത്ത കയ്യിലാവാം. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അരയിലൊരെണ്ണോ? ശാന്തനിക്ക് ഭയങ്കര നിർബന്ധമില്ലേ? എനിക്ക് തോന്നുന്നൊരു കഴുത്ത് കെട്ടിക്കൊടുക്ക. വേണ്ട വേണ്ട, കഴുത്തിലും ഉണ്ട്. പോക്കറ്റിലോട്ടിട്. പോക്കറ്റില് മനോധൈര്യം കൂടിയാൽ എങ്ങനെയാ? ചുരുക്കിയത് 3 ഉറക്കെങ്കിലും വേണ്ടി. പോലീസ് എന്താ വിളിച്ചത്? മഹാലക്ഷ്മി, ഇത്രയും കാലായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ആജ്ഞാപിച്ചിട്ടുണ്ടോ? എന്താ കാര്യം? ഉണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, നീയും കുട്ടികളും ഞാൻ അടക്കം 4 സ്കൂൾ പോകുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നൊന്നും ദയവായി എന്നോട് ചോദിക്കണ്ട. ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? എന്താ കാര്യം പറയൂ. കാര്യം എന്താ വെച്ചാ, എടോ പോലീസേ, യെസ്. ഞാൻ കാര്യം അവളോട് തുറന്നു പറയട്ടെ. എടോ ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കട്ടെ. എന്നാ പറഞ്ഞോളൂ. എന്നാ താൻ പറ. ഏയ്, ഞാൻ സെന്റിമെന്റലായി പോവും. മാഷിനെ പറഞ്ഞോളൂ. നിങ്ങളൊന്ന് പറയുന്നുണ്ടോ? മഹാലക്ഷ്മി, നമ്മുടെ കുഞ്ഞനന്ത് കുഞ്ഞനന്ദൻ മരിച്ചു. കൺട്രോൾ കൺട്രോൾ. ഇവിടെ നോക്ക. ചാവാൻ ഒരുമ്പട്ടിറങ്ങിയ സ്ഥിതിക്ക് 1 മണിക്കൂർ നേരത്തെ വെച്ചാ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്? കരയരുത്, കരയരുത്, കരയരുത്. അകത്തുള്ളവർക്ക് നീ വേണം ധൈര്യം കൊടുക്കാൻ. ആരും പറയിക്കണ്ട. ചെല്ല്, അകത്തേക്ക് പോയിക്കോ. കൈയെടുക്കാൻ. അവളെ ഇത്തിരി മനക്കെട്ടിയുള്ള കൂട്ടത്തിലാ, അതുകൊണ്ട് പ്രശ്നമില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഒന്ന് അഭിനന്ദിച്ചേനെ. പറഞ്ഞതുപോലെ തന്നെ അവൻ ചത്തില്ലേ? അതിന് എന്നെ കാണാനാ ആദ്യം വന്നത്. അതങ്ങനെ തന്നെയാ. ഇഷ്ടമുള്ളവരെ കാണാനാ ആത്മാവ് ആദ്യം വരിക. എന്നോട് ഇത്ര അധികം ഇഷ്ടമായിരുന്നു ചത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇഷ്ടപ്പെടാതിരുന്നാ മതിയായിരുന്നു. എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തോ ഉണ്ട്. എന്താന്ന് വെച്ചാ പറയേച്ചി. സത്യം ചെയ്യ്. ആരോടും പറയില്ല. ഇല്ല, ആരോടും പറയില്ല. നമ്മുടെ കുഞ്ഞിനെന്ത് മരിച്ചു ഇന്നലെ രാത്രി. എന്താ ചേച്ചി, എന്തിനാ കരയണേ? എന്താണ് പ്രശ്നം എന്ന് പറയൂ. സത്യം ചെയ്യ, ആരോടും പറയില്ലെന്ന്. എന്താ? നമ്മുടെ കുഞ്ഞനെന്തും മരിച്ചു. അയ്യോ, എന്താ ഇത്? മഹാലക്ഷ്മി, എന്ത് പറ്റി? ബാലേഷോ? ഞാൻ വിചാരിച്ചു ആംബുലൻസ് ആണെന്ന്. ആംബുലൻസോ? ആംബുലൻസ് അല്ല, കുട്ടികൾക്ക് ഓംപ്ലേറ്റ് ഉണ്ടായി കൊടുക്കട്ടെ എന്ന് അവളെന്റെ അടുത്ത് ചോദിക്കാം. വേണ്ട വേണ്ട, വയറ് കേട് വരൂ. അപ്പോഴേ എപ്പോഴ് നിങ്ങളല്ലേ പോലീസ്? കുട്ടികളൊന്നും സ്കൂളിൽ വരുന്നില്ല, ലീവാ. നിങ്ങൾ പൊക്കോളൂ പൊക്കോളൂ. ശരി. പെർമിറ്റ് ഒക്കെ ഉണ്ടാടാ. അപ്പൊ പറഞ്ഞോലെ ശരി എന്നാൽ. നീ ഇതെവിടെ ആയിരുന്നടാ? 2 ദിവസമായല്ലോ കണ്ടിട്ട്. അത് ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയതാ. ഹലോ, ഇവിടെ സുഖമല്ലേ? വലിയ സുഖമൊന്നുമില്ല. വാ, ബലൂൺ പി പോയി കളിച്ചോ. അമ്മയ്ക്ക് പൊരിയുണ്ട്. പൊരിയല്ല, നിർത്ത്. പെണ്ണുങ്ങളുണ്ട്. നന്നായി.
ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടി പിടിച്ചോ. ഓ, എന്റെ കൈയെടുക്കണം. ദൈവമേ. ആരാ ഇവിടെ പ്രേതത്തെ കണ്ട മഹാൻ? ഇവ, ഇവ, ഇവ. ഭയങ്കര ചതിയായി പോയി. എന്തേ? ഞാൻ ഇനി ലീവ് കണ്ടിന്യൂ വരുമല്ലോ. പോയി കണ്ടിന്യൂ ചെയ്യണോ? മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പൊ ഒരു കണ്ടിന്യൂ. ഹലോ, ഹായ്. ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റുമോ? എന്താ ഇന്നത്തെ ഇന്റർവ്യൂ? ജോലി കിട്ടി, ജോയിൻ ചെയ്തു. റിയലി? ഓ ഗോഡ്, ഞാൻ പേടിച്ചു. എന്ത് വിഷമായിരുന്നോ ഞാൻ കാരണം. അതുകൊണ്ടാ കിട്ടിയത്. സത്യം? ചളിയിൽ കുളിച്ചു വന്ന കാൻഡിഡേറ്റിനെ കണ്ടപ്പോ സിമ്പതി, പിന്നെ സ്മാർട്ടായിട്ട് 2 ഡയലോഗി കാച്ചപ്പോ ജോലി ഉറച്ചു. എന്താ അവിടെ? ദേ എന്റെ ഫ്രണ്ട് വൈകുന്നേരങ്ങളിൽ എന്നും ഇവിടെ വരും. ആ ചുവന്ന് തുടുത്ത മുഖം എത്ര കണ്ടാലും മതി വരില്ല. പ്രഭാതത്തേക്കാൾ സൗന്ദര്യം പ്രദോഷത്തിനാ അല്ലേ? ഐ ലൈക്ക് ഇറ്റ് എ ലോട്ട്. വട്ട് കേസാണെന്ന് തോന്നുന്നുണ്ടോ? ഹേ, സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ആയുധവും ഏന്തി നിൽക്കുന്ന ഒരു തൊഴിൽ രഹിതൻ. ഹേ, പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധമില്ല. ഒരു നിമിത്തം പോലെ കിട്ടി, ദാറ്റ്സ് ഓൾ. ഞാൻ കുറച്ചു ദിവസമായിട്ട് തെരഞ്ഞെടുക്കായിരുന്നു. 3 ദിവസമായിട്ട് ഇതും കൊണ്ട് നടക്ക. എവിടെയെങ്കിലും വെച്ച് കണ്ടുകൂട്ടിയാ തരാൻ. താങ്ക്സ് ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയാണല്ലോ. പ്ലീസ് ടേക്ക് ഇറ്റ്. താങ്ക് യു. ഒന്നുകൂടി വേണമായിരുന്നു. എന്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ. ഓ യെസ് പ്ലീസ്. എന്നും വരാറുണ്ടോ ബീച്ചിൽ? ചിലപ്പോ. ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ പുള്ളി പിണങ്ങും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അയ്യോ, സമയായി, പോട്ടെ. ഓക്കെ, ബൈ. സീ യു. പിന്നെയും ഒരു ചോക്ലേറ്റ് കൂടി അവളെടുത്തു. വേണ്ടപ്പെട്ട ആർക്കോ കൊടുക്കാനാണത്രേ. ആരായാലും അവൻ ഭാഗ്യവാനാ. ഐശ്വര്യവും വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ കിട്ടിയില്ലേ? നീ പേര് ചോദിച്ചില്ലേ? കണ്ടപ്പോ ഞാനത് മറന്നു. ആ, ഇനി കാണുമ്പോ ആദ്യം പേര് ചോദിക്കണം.